പ്രായമായ ആളുകളോട് ചെയ്യുന്ന ക്രൂരത, അതിനെക്കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഒരു 65 വയസ്സുകാരൻ ഷംസുദ്ദീൻ, തൃശ്ശൂർക്കാരനാണ്. അയാളുടെ സഹോദരങ്ങൾ കൊണ്ടുവന്ന് ഈ നോർത്ത് പാലത്തിൻ്റെ, അതായത് ഓവർ ബ്രിഡ്ജിൻ്റെ കീഴിൽ ഉപേക്ഷിച്ചിട്ട് പോയേക്കുന്നതാണ് കണ്ടത്. അയാൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല കേട്ടോ. ആ പരസഹായമില്ലാതെ അയാൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ അയാളെ വേണ്ട, അതാണ് കാര്യം. 65 വയസ്സേ ഉള്ളൂ, പക്ഷേ അയാൾക്ക് അതുപോലുള്ള ആവശ്യതയുണ്ട്. കണ്ടിട്ട് ഒരു ഇച്ചിരി അല്പം തടിച്ച ശരീരമുണ്ട്, അത് മാത്രമേ അത് കാണാനുള്ളൂ. അത് പത്രങ്ങളിലൊക്കെ ആ പടങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അയാളുടെ പടമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഇതിന് കേസെടുത്തിട്ടുണ്ട്. കേസെടുത്തിട്ട് അത് ഒരു ACP ലെവലിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ അന്വേഷിക്കണം എന്നുള്ള ഒരു ശരിയായ ഓർഡർ കൊടുത്തു. അത് ശരിയാണ്, ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് ഒരു മനുഷ്യനെ അങ്ങനെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് പോവുക എന്ന് പറയുന്നത്. ഇത് പറയുമ്പോഴാണ് ഞാൻ പഴയ ഒരു കാര്യം ഓർക്കുന്നത്. അതായത് നമ്മുടെ സുഭാഷ് പാർക്കുണ്ടല്ലോ, ഈ എറണാകുളത്തെ ആ മഹാരാജ് കോളേജിനൊക്കെ അപ്പുറമുള്ള സുഭാഷ് പാർക്ക്. ആ സുഭാഷ് പാർക്കിൽ ഒരു ദിവസം ഒരു രാത്രി ആ പാർക്ക് അടയ്ക്കാനായിട്ടുള്ള അയാൾ വന്നപ്പോൾ അയാൾ കാണുന്ന ഒരു കാഴ്ച, ഒരു 8-8:30 മണിയായി കാണും രാത്രി. ഒരു വന്യ വയോധികനായ ഒരു മനുഷ്യൻ, നല്ല വേഷം ധരിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല വൃത്തിയുള്ള മുണ്ട്, അതേപോലെ നല്ല ഷർട്ട് ഒക്കെ ഇട്ട് വാക്കിംഗ് സ്റ്റിക്കുമായിട്ട് ആ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങേർക്ക് എങ്ങോട്ട് പോകാനെന്നോ എഴുന്നേറ്റ് പോകാനെന്നോ അറിഞ്ഞൂടാ. മാത്രമല്ല സ്വന്തമായിട്ട് നടന്ന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ആരെങ്കിലും പിടിക്കാതെ നടന്നു പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരാളിനെ അവിടെ ഇരുത്തിയേക്കാണ്. അപ്പം അവസാനം ചോദിച്ചു, എന്താ കാര്യം ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. മക്കളിപ്പം വരും, ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അതായത് മക്കൾ കൊണ്ടുവന്ന് കളഞ്ഞിട്ട് പോയേക്കാണ്. അപ്പോൾ മെമ്മറി ലോസ് ഉള്ള ഒരു മനുഷ്യനാണ് കേട്ടോ. അൾഷിമേഴ്സ് അത് കാണും, അല്ലെ പാർക്കിൻസൺസ് എന്തോ ഉണ്ട്. അപ്പോൾ അഡ്രസ്സ് ചോദിച്ച് അറിയാൻ വയ്യ. എവിടുന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ അത് അറിഞ്ഞൂടാ, സ്ഥലം അറിഞ്ഞൂടാ. മക്കളിപ്പോൾ വരും, അവരുടെ ചോദിച്ചാൽ മതി എന്നാ പറയുന്നത് ആ മനുഷ്യൻ. അത്രയും സ്നേഹമുള്ള മക്കളെ നമുക്ക് കാണാൻ കിട്ടും. അവസാനം ആ വന്യ വയോധികനായ മനുഷ്യനെ ഒരു അഗതി മന്ദിരത്തിൽ ആക്കിയെങ്കിലും അദ്ദേഹം ഏതാണ്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടു. വേറെ ഒരു സംഭവം ഇതേപോലുള്ളത്, ഒരു തൃശ്ശൂരിൽ നിന്ന് നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുന്ന ആ റോഡിൻ്റെ സൈഡിൽ ഒരു വെയിറ്റിംഗ് ഷെഡിൽ ഇതുപോലെ കോരിച്ചൊരിയുന്ന മഴയത്ത് ഒരു വളരെ പ്രായമുള്ള ഒരു മനുഷ്യൻ, അയാൾക്കൊരു 85 വയസ്സ് എങ്കിലും കാണും, അയാളുടെ മടിയിൽ തലവെച്ച് അയാളുടെ ഭാര്യ കിടക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ഏതാണ്ട് 80 വയസ്സോളം പ്രായമുള്ളതാണ് അവർക്കും. അയാൾ അറിയുന്നില്ല, അവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് പോയേക്കാണ്. മക്കൾ നടതള്ളിയേക്കാണ്. അങ്ങനെ ചെയ്യുന്ന കുറേ ഇവരെയൊന്നും മക്കളെന്ന് പറയാൻ എനിക്ക് തോന്നത്തില്ല ഒരിക്കലും. ഇങ്ങനെയുള്ള മക്കളെന്ന് പറയുന്നത് അവർ മക്കളല്ല, മക്കളാണെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ല. അവർ മനുഷ്യരല്ല, അവർ കൊണ്ടുവന്ന് പോയേക്കാണ്. അവസാനം എന്തെന്നറിയോ, ഇയാളുടെ മടി കിടക്കുന്ന ആ ഭാര്യ മരിച്ചു കിടക്കുകയാണ്. അത് ആ മനുഷ്യന് മനസ്സിലാവുന്നില്ല. അവർക്ക് വയ്യ, കിടക്കണമെന്ന് പറഞ്ഞു. അയാൾ ഇങ്ങോട്ട് കിടന്നോളാൻ പറഞ്ഞു, കിടത്തിയതാണ്. അവർ മരിച്ചു കിടക്കുകയായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാനിതുപോലെ കണ്ടിട്ടുണ്ട് കേട്ടോ, ഒരുപാട്. അതേപോലെ പണ്ട് ഹൈക്കോടതിയിൽ നിന്ന് എനിക്ക് ഒരു നിർദ്ദേശം വന്നു. അതായത് ഞാൻ തൃശ്ശൂർ ജില്ലാ ജഡ്ജിയായിട്ടിരിക്കുമ്പോഴാണ് ഒരു ഇൻറ്റീരിയർ ആയിട്ടുള്ള ഒരു സ്ഥലം, ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല, അവിടെ പോകണം. തൃശ്ശൂരിൽ നിന്ന് ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്താലേ അവിടെ ചെല്ലുള്ളൂ കോടതി. അങ്ങനെ ഞാനും ശ്രീമതി ആനന്ദവല്ലി, അവർ അന്ന് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സെക്രട്ടറി ആയിട്ടാണ്, അവരെയും കൂടെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാണുന്ന ഒരു കാഴ്ച, അതായത് ചെന്നേക്കുന്ന ഒരു സ്ത്രീയെ അവരെ വീട്ടിൽ കയറ്റുന്നില്ല എന്നുള്ളതാണ് പരാതി. അത് ഒന്ന് ചെന്നൊന്ന് നോക്കണം. ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു റോഡ് സൈഡിൽ ഒരു ചെറിയ വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്, വളരെ ചെറുതാണ്. അവിടെ ചെന്നപ്പം ഒരു വളരെ പ്രായമായ ഒരു സ്ത്രീ, ഒരു 90 വയസ്സെങ്കിലും പ്രായം കാണും കേട്ടോ. അവർ ഒരു ഭാണ്ഡക്കെട്ടുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് അവരുടെ തുണിയൊക്കെയാണ്. അവരുടെ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിട്ടേക്കാണ്. അവരുടെ വീട് അതിന് തൊട്ടപ്പുറത്താണ് ആ വീട്. അവരുടെ മകനാണ് അവിടെ അത് കയ്യേറിയിട്ട് ഇവരെ ഇറക്കി വിട്ടേക്കുക. ഇവിടെ അതിനകത്ത് കയറാൻ വയ്യ, അവിടെയൊക്കെ മൂത്രമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം അവർക്ക് തന്നെത്താൻ പോയി മൂത്രം ഒഴിക്കാനും ഒന്നും ഒക്കുന്നവരല്ല. അവർ അവസാനം ഞാൻ അപ്പം പോലീസിനെയൊക്കെ വിളിച്ചു വരുത്തി അവനെ പിടിപ്പിച്ചു.
അവൻ്റെ അടുത്ത് ഇനി അവന് മേലാൽ ഇവരെ ഉപദ്രവിക്കരുതെന്ന് വാൺ ചെയ്തു. അവൻ ഇല്ലെന്നും പറഞ്ഞു. നീ ഈ വീട്ടിൽ കയറണമെന്ന് പറഞ്ഞു. ഇല്ല, അവനെ വീട്ടിൽ കയറിയാൽ ശരിയാക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഏർപ്പാടും ചെയ്തു, റെഡിയാക്കി അവനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. എന്നിട്ട് ഞങ്ങൾ അവർക്ക് പായും അതുപോലെ തന്നെ പാത്രങ്ങളും പിന്നെ ഒരു സ്റ്റവും അതിന് കുറച്ച് മണ്ണെണ്ണയും എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് ഇവനും മകനാണല്ലോ, നമുക്ക് പറയാൻ പറ്റുമോ മകനാണെന്ന്? കേട്ടോ. എന്നിട്ട് ആ സ്ത്രീ അന്നേരം അവസാനം പറയുന്നത് എന്തോന്നറിയോ? സാറേ, അവനെ അടിക്കുകയൊന്നും ചെയ്യല്ലേ എന്ന്. കേട്ടോ, ഇതാണ് അവർ പറയുന്നത്. ഇവരെ തല്ലിയിറക്കി വിട്ട മകൻ്റെ കാര്യമാണ് അവർ പറഞ്ഞത്. ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കിട്ടും. ഇത് ഞാൻ പലപ്പോഴും പറയാറുണ്ടായിരുന്നു. അതായത് ഒരുപാട് ഓർഫനേജുകളിൽ ഞാൻ പോയിട്ടുണ്ട്. അത് പല കാര്യത്തിനും അങ്ങനെയുള്ള ഓരോ കാര്യത്തിനായിട്ട് പോയിട്ടുള്ളതാണ്. ഒരുപാട് ഓർഫനേജുകളിൽ അവിടെ കിടക്കുന്നവരുടെ കഥയൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ സങ്കടപ്പെട്ടു പോകും. കേട്ടോ. നമുക്ക് ഇവിടെ തേവരെയുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഫനേജ് ഉണ്ട് കേട്ടോ, ഒരു ഹോമുണ്ട്. അവിടെ ഒരിക്കൽ അന്ന് അവിടെ പോയിരുന്നപ്പോൾ ഞാൻ കണ്ടത്, അത് അവിടുത്തെ സൂപ്രണ്ടൻ്റെ അടുത്ത് പറഞ്ഞ ഒരു സംഭവമാണ്. ആ സ്ത്രീയെ കാണിച്ചു. അവരും ഉണ്ട്. അവർ 11 മക്കളുള്ള ഒരു അമ്മയാണ്. ഇവർക്ക് പ്രായം ഒരുപാടുണ്ട്. ഒരു 90 വയസ്സിനടുത്ത് പ്രായമുണ്ട് കേട്ടോ. അവരിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ അനങ്ങാതെ ഇങ്ങനെ ഇരുന്ന് അവരെ കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ ഒഴുകുന്നുണ്ട്, രക്തമാ ഒഴുകുന്നത് കേട്ടോ. അവർ അടുത്ത് ചോദിച്ചു, 11 മക്കളുള്ള അമ്മ, ഈ മക്കളെല്ലാം ജീവിച്ചിരിപ്പുണ്ട്, ആരെങ്കിലും കാണാൻ വരുമോ എന്ന് ചോദിച്ചു. ഇല്ല. അതെന്താ വരാത്ത? എന്താ വിരോധമാണോ അവർക്ക്? അല്ല, അവർക്ക് ആക്ഷേപമാണ് ഇവരിവിടെ കിടക്കുന്നത്. ഇവനെയൊക്കെ ഇത്രയും നൊന്ത് പ്രസവിച്ച ഈ അമ്മ അവരെ കാണാൻ വരുന്ന ഇവനെ ആക്ഷേപമാണ്. കാരണം എന്താ? അവർ ഓർഫനേജ് അനാഥാലയത്തിൽ കിടക്കല്ലേ, അതവന്മാർക്ക് ആക്ഷേപമാണ്. എന്നാൽ അവന്മാർക്ക് ഈ അമ്മയുണ്ടല്ലോ, എങ്ങനെയെങ്കിലും സംരക്ഷിക്കാനുള്ള ഒരു ബോധവും ബാധ്യതയില്ലേ, അത് ചെയ്യത്തില്ല പലരും. അതേപോലെയാണ് ഇപ്പോൾ ഷംസുദ്ദീൻ്റെ കാര്യം കണ്ടപ്പോൾ ഞാൻ കണ്ടേക്കുന്നത്. ഇത് യഥാർത്ഥ മുസ്ലിം സമുദായത്തിൽ ഇത് കുറവാണ് കേട്ടോ. നമ്മൾ ഈ ഓർഫനേജുകളിൽ പോകുമ്പോൾ ഞാൻ മുസ്ലിം സ്ത്രീകളെ ആകെ ഒരെണ്ണത്തിന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കി മറ്റ് വർഗ്ഗക്കാർ ഒരുപാട് പേരുണ്ട്. ബാക്കിയുള്ളവരെല്ലാം അതാണ്. കാരണം ഇത് എന്തോ ആ റിലീജിയസ് ടീച്ചിങ്സിൻ്റെ ആണോ എന്നെനിക്കറിയില്ല. പക്ഷേ മുസ്ലിം സമുദായത്തിലുള്ളവരെ ഇത് വളരെ കുറവാണ്. പക്ഷേ അതിനെല്ലാം ഒരു മറുമരുന്നാണ് നമ്മളിപ്പോൾ കണ്ടേക്കുന്നത് കേട്ടോ. ഇതുപോലെ ഈ ഷംസുദ്ദീനെ കൊണ്ടുവന്ന് നടകളിയിട്ട് പോയിരിക്കുന്നത് കഷ്ടമല്ലേ? അയാൾ സ്വന്തം സഹോദരന്മാരല്ലേ ചെയ്തേക്കുന്നത്? സഹോദരങ്ങളാണ് സഹോദരനാണെന്നൊരു ബോധമെങ്കിലും അവർക്ക് വേണ്ടേ? ഒന്നുമില്ലല്ലോ. ഇപ്പോൾ ഈ സ്നേഹവും ആത്മാർത്ഥതയും ഈ കാരുണ്യവും ദയവും ഒന്നുമില്ല. അതെല്ലാം കൈമോശം വന്നേക്കുകയാണ്. ഒരിക്കൽ ഇതുപോലെ തന്നെ ഒരു വനം ആ ഭാഗത്ത് കൊണ്ടുവന്ന് ഒരു പാറയുടെ മുകളിൽ കേട്ടോ ഒരു മനുഷ്യനെ കൊണ്ട് കിടത്തിയേക്കാണ്. അതാരോ കണ്ടിട്ടാണ്, അറിയിച്ചാണ് അവസാനം അയാളെ റെസ്ക്യൂ ചെയ്തത്. ഇതേപോലെ അയാൾക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, വളരെ വൃദ്ധനാണ്. ഈ അട്ടകൾ അയാളെ കടിച്ച് ആക്രമിക്കുകയാണ് കിടക്കുമ്പോൾ. ജീവനുള്ള മനുഷ്യനെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല, അയാൾക്ക് അതിനെ പ്രതികരിക്കാനൊക്കത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ കിടക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളെ ഏതായാലും പോലീസും മറ്റ് സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ കൂടെ ചേർന്ന് എടുത്ത് ആശുപത്രി കൊണ്ടുപോയി ആക്കിയെങ്കിലും അന്ന് തന്നെ മരിച്ചു. ഏതായാലും നല്ലത് അങ്ങനെ മരണം വന്ന് കിട്ടിയത്. കാര്യം ഈ ലോകത്ത് കിടന്ന് ഒരുപാട് ദുരിതം കൂടെ വീണ്ടും വീണ്ടും അനുഭവിക്കാതെ അയാൾക്ക് പോകാൻ പറ്റിയല്ലോ. ഈ 11 മക്കളുള്ള അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അവരെ ഈ 11 മക്കളുണ്ടായിട്ട് ഒരാളെ അവരെ സംരക്ഷിക്കാൻ തയ്യാറാവുന്നു. ഇവർക്ക് പ്രായമാകുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് ചില വാശിയും ഒക്കെ കാണും, ചിലപ്പോൾ കണ്ടെന്നിരിക്കും. മക്കളെ ഇതൊക്കെ സഹിക്കാൻ തയ്യാറാവണ്ടേ? ഒരമ്മയെ ചൂലെടുത്തിട്ട് അടിക്കുന്ന ഒരു മോടെ പടം നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ അവസാനം ആ സ്ത്രീയെ പോലീസ് കൊണ്ടുവന്ന നേരത്ത് ഈ അമ്മ കരഞ്ഞു പറയുന്നു, എന്നെ ഒന്നും ചെയ്തില്ലെന്ന്. അടിക്കുന്ന മുഴുവൻ പടം വന്നതാണ്. ഒരുപാട് പേര് അയൽക്കാരെ എടുത്ത് ഈ വീഡിയോ തന്നെ പബ്ലിഷ് ചെയ്തതാണ്. അവ പറഞ്ഞ എന്നെ ഒന്നും ചെയ്തില്ലെന്ന്. കാരണം കേസ് വരാതിരിക്കാൻ പോലീസ് ഉണ്ടല്ലോ, അപ്പം പ്രശ്നം അതാണ്. അന്നേരം അവർ നോക്കുന്ന ആരെയാണ്? മകളെയാണ്. പക്ഷേ ഈ മകൾക്ക് അമ്മയെന്നുള്ളൊരു വികാരമില്ല. പക്ഷേ അമ്മമാർക്ക് എന്ന് ഈ മക്കളെന്നുള്ള വികാരം കാണും. അതില്ലാത്ത അമ്മമാർ വളരെ ചുരുക്കമായിട്ടുണ്ട്, നമ്മൾ കാണാറുണ്ട്. ചിലപ്പോൾ വളരെ ചുരുക്കമായിട്ടുള്ളതൊക്കെ ഉള്ളൂ. ഏതായാലും മനുഷ്യത്വം വേണം.
അതാദ്യം ചിന്തിക്കണം.